ഉഹദിൻ ജബലിന് മന്ദം തലോടിയ ഉഷിരുള്ള പൂങ്കാറ്റേ. പെരുന്നാളിനമ്പിളി കണ്ടടി പെണ്ണേ നീ എൻ്റെ കൂടെ. അവിടെ പോയി ഇരിക്കണം വെറുതെ. അപ്പോൾ റൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ കാസറ്റാ അടിച്ചു പോയേക്കണം. അത് അപ്പോൾ അവിടെ പോയി പാടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നു, ക്യാബിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരിപ്പുണ്ട്, പുള്ളി അവിടെ പുറത്ത് വന്നിരുന്നു. വല്ല ആദ്യമൊക്കെ ട്രെയിനിനാണ് പോയത്. പിന്നെ മാണിക്യമലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ജേട്ടൻ എൻ്റെ ഇടയിൽ കൂടെ കയറി പോന്നു. ജേട്ടൻ പാടിയിട്ടുണ്ട് പാട്ട് പറയാൻ. ജയേട്ടൻ പാടിയിട്ടുണ്ടല്ലേ? എൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട്. ഈ ജയേട്ടൻ്റെ പറയുമ്പോൾ ജയേട്ടനൊക്കെ ഒരു പിടിവാശിക്കാരനാണോ? ഏയ് ഇല്ല അല്ലേ? അത് വെറുതെ പറയുന്നതാണ്. വെറുതെ പറയണ അല്ല, അങ്ങനെ ഒരു പറച്ചിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം ഉണ്ടാവും. അത് എന്താണ് തമാശക്ക് പറയണം ശരിക്കും. പുള്ളി എന്തെങ്കിലുമൊക്കെ ഒരു വിളവൊപ്പിക്കും വരുമ്പോൾ. പക്ഷേ പുള്ളി ആൾ ക്ലിയർ സാധാരണ. പഴയ ആർട്ടിസ്റ്റുകളൊന്നും ശല്യക്കാരില്ല, ബുദ്ധിമുട്ടിക്കണവരില്ല. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് മറ്റേ ജാനകിയൊക്കെ എന്താണ് പെരുമാറുന്നത് എന്തായാലും. ഞാൻ ജാനകിനെ കൊണ്ട് ജാനകിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. MS-ൻ്റെ അവർക്ക് ജയന്തൻ ജാനകിയെ പാടിയ. അവരൊക്കെ ആർട്ടിസ്റ്റാണ്. ടപ്പൊക്കെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളോട് പെരുമാറ്റേ അതൊരു. ഇപ്പോൾ ഈ അടുത്ത് ഒരു പാട്ട് ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി ലേറ്റസ്റ്റ് പുതിയ ആർട്ടിസ്റ്റോട് ചെയ്യാമെന്ന് ഒരു പാട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ റേറ്റും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിറ്റാലും കാശ് കിട്ടില്ല. അത് മാത്രമല്ല അവരുടെ ഡിമാൻഡ് കേൾക്കുമ്പോഴേ നമുക്കതൊരു തരത്തിലുള്ള അങ്ങനത്തെ സൈസാണ്. പക്ഷേ പഴയ ആർട്ടിസ്റ്റുകളെന്നത് അങ്ങനെയല്ല. അവർ പാട്ട് കേട്ട് നോക്കും, പാടിത്തരും. അവർക്ക് ഒരു റേറ്റ് ഉണ്ട്. റേറ്റ് അങ്ങനെ കൊടുത്താൽ ഒന്നും മിണ്ടാണ്ട് പോയി മേടിച്ചിട്ട് പോകും. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ലാസ്റ്റ് ഇറക്കിയ കാസറ്റ് ഏതാ? ലാസ്റ്റ് ഇറക്കിയ ചിത്രാരോൺ പാടി തരണം. ഇവിടെ ചെയ്തതാണ്. നമ്മളിവിടെ ചെയ്തതാണ്. അത് എന്താണ് വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്താണ്. ഞാൻ അങ്ങനെ ചെയ്യണില്ലേ. ഇപ്പം 74 വയസ്സായില്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സമയം പോകാൻ തമാശക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് കമ്പോസിപ്പറിന് ചെയ്യാനുണ്ട്. ഇപ്പം ചെയ്യുന്ന ആർക്കുള്ള? അതൊരു താരാട്ടാണ്. അത് മെയിൽ വോയിസാണ്. ആളെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം താരാട്ട് പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മെയിൽ വോയിസാണ്. ഇത് കേൾക്കുന്ന നല്ല ഗായകന്മാരുണ്ട്. വേണമെങ്കിൽ സമീപിക്കും. ഉമ്മർക്കാനെ ഡയറക്റ്റ് സമീപിക്കണം. എന്നോട് വരില്ല. ഉമ്മർക്കെല്ലാം ഡയറക്റ്റാണ്. ശരിയല്ലേ? എല്ലാം ഡയറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്നേക്കലെന്ന് പറയുന്നത്. എല്ലാം ഡയറക്റ്റാണ്. ഇപ്പോഴും ഇങ്ങനെ എഴുതണം എന്ന് തോന്നാനുള്ള കാരണങ്ങൾ എന്താണ്? എഴുതാറില്ല. കുറവാണ്. മ്യൂസിക് ചെയ്യണം. മ്യൂസിക് അത് രക്ഷയില്ല. ഇപ്പം ഈ താരാട്ട് പാട്ട് ആരാ എഴുതിയേക്കണേ? അത് എഴുതിയേക്കണ തനുജ ഭട്ടതിരി. അവർ കുറേ പാട്ട് എഴുതിയിട്ടുണ്ട്. ലിറിക്സ് ആയിട്ട് ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഇപ്പോൾ ഉമ്മർക്കാട് ഒരു പിൻഗാമി എന്ന് പറഞ്ഞ ആരെങ്കിലും മക്കളെനിക്കും ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഒരാൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ പുള്ളി ഗൾഫിലാണ്. പുള്ളി ഗൾഫിൽ നല്ലൊരു ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോന്ന് ഇതിനകത്ത് അടിക്കാൻ എനിക്ക് ധൈര്യം പോരാ. അന്നത്തെ കാലമല്ല ഇന്ന്. അന്നത്തെ കാലമല്ല. അതുകൊണ്ട് ധൈര്യക്കുറവുണ്ട്. അപ്പം വേണ്ടേ ഇത് അത് പഠിപ്പിക്കേണ്ട ഒരാളാണ്. ഉണ്ടോ? ആരെയാണ്? അതിപ്പോൾ എൻ്റെ മരുമകളുണ്ട്. പുള്ളിക്കാരത്തിയാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ. മരുമോള് മോൻ്റെ വൈഫാണ്. അവൻ ഈ റൂട്ടിലല്ല, വേറെ റൂട്ടാണ്. അപ്പം മരുമോക്ക് താല്പര്യമുണ്ട്. താല്പര്യമൊന്നുമല്ല, കുറച്ച്
അറിയുമ്പം ആളത്തിൽ ബൈറ്റാണെന്ന് തോന്നിയപ്പോൾ ആരെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ ഇത് എന്തൊക്കെയാണുള്ളത് വഴിയെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വീണ് പോയാലും ഇതൊന്നും അറിയണമല്ലോ എന്തൊക്കെയാണ്. അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ കാസറ്റുകൾ പ്രിന്റ് ചെയ്തേക്കണത് എവിടെയാണ്? സ്വന്തം അടിച്ചേക്കണേ, പിന്നെ കമ്പനികൾ പല അടിച്ചിട്ടുണ്ട്. CD ആണ് പിന്നെ പ്രിന്റ് ചെയ്യണ അധികം. റിയാലിലാണ് അടിച്ചിട്ടുണ്ട്. റിയാനില് കുഞ്ഞുമോൻ കുഞ്ഞുമോൻ, നമ്മുടെ കുഞ്ഞുമോനുണ്ടല്ലോ അവിടെ. കുഞ്ഞുമോൻ്റെ ഒക്കെ സ്വഭാവം വലിയ ഒരു മൂഷാട്ടി സ്വഭാവമൊക്കെ ആയിരുന്നല്ലോ അല്ലേ അത്? പുള്ളിയാണല്ലോ തീരുമാനിക്കണേ അല്ലേ? നമ്മളൊന്നും പറയാം. അല്ല, പുള്ളിയാണല്ലോ തീരുമാനിക്കുന്നത് അല്ലേ? ഒരു റെസ്പെക്റ്റ് ഉണ്ട് നമുക്ക്. കാരണം വെച്ചാൽ സീനിയർ മോസ്റ്റ് ആണെന്നുള്ള. അതിപ്പോൾ നമ്മുടെ ഫെമോയിലും സീനിയർ മോസ്റ്റ് നമ്മളാണ്. വിദ്യാധര മാഷുണ്ട്. ഫെമോയിലും മെമ്പറാണ് ഞാൻ. അതല്ലേ? ഫെഫ്ക. പിന്നെ സിംകയിലും നമ്മളെ രണ്ടിലും ഉണ്ട്. ആ സിംകയിലുള്ളത് അവിടെയും സീനിയർ മോസ്റ്റാണ്. അപ്പോൾ അവർ ബഹുമാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്ന് പോവുക. സുജാത ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് നിർത്തണം എന്ന് വെച്ചാൽ നിർത്തണില്ല പാട്ട്. അപ്പോൾ ഉമ്മക്കാന്ന് കളിക്കും. ഉമ്മക്ക ഇത് നിർത്താൻ ഉമ്മക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അയ്യോ ഞാൻ നിർത്തൂല, ഞാൻ മരിക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കും, അതിന് വേറെ മാറ്റമൊന്നുമില്ല. അത് തന്നെയാണ് ഞാനും പുള്ളിക്കടുത്ത് പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് വിചാരിക്കും, നിർത്താനൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ വരുമ്പോൾ പാടിപ്പോവും. ഇപ്പൊ പാട്ടുകൾ പാടുവോ? ആര്? അല്ല, അതിനുള്ള ഒന്നുമില്ല. പാടിയിട്ടുണ്ട്. ലാസ്റ്റ് പാടിയത് ലിറിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. മാണിക്യം വളരെ പാടി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടാ അത്? അപ്പൊ വേറെ ആളിലല്ല അത് കോപ്പിറൈറ്റ് വാങ്ങിയോ? കോപ്പിറൈറ്റ് വാങ്ങിയിട്ടില്ല. അല്ല, അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള വന്നാണ്. അത് പാടി റെക്കോർഡ് ചെയ്ത് വെച്ചോക്കാണ്. റെക്കോർഡ് ഇറക്കിയിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. അല്ലേ? രണ്ടിലേയും പാടാം. ലിറിക്ക് ഓർമ്മയില്ല. മാണിക്യമലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ ഇത് വേറെ രീതിക്ക്, ഇത് പല രീതിക്ക് ഈ പാട്ട് ഇറങ്ങിയിട്ടില്ലേ? ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് പാടിയേക്കുന്നത്. അപ്പൊ ഇതിന്റെ കോപ്പിറൈറ്റ് ഉണ്ടല്ലോ. മൃക്ക പാടുമ്പം ഇതിന്റെ ഒറിജിനൽ ആള് വേറെയാണല്ലോ. അതെ, ഒറിജിനൽ ആള് ആരാണെന്ന് ഇതുവരെ പിടിയിട്ടിട്ടില്ല. അതല്ലേ എല്ലാരും ഇറക്കിയിടുന്നത്. അല്ല, ഒരു സിനിമയിൽ വന്നപ്പോഴാണ് ഹിറ്റായത് അല്ലെ? ഉമറുൽ ഇറക്കിയ ഒരു സിനിമയിൽ വന്നപ്പോഴാണ് ഹിറ്റായത്. അഡാർലു എന്ന സിനിമയിലാണ് ഈ പാട്ട് ഹിറ്റായത് അല്ലെ? അത് അന്ന് അവര് കോപ്പിറൈറ്റ് വാങ്ങിയ ആളുകളൊക്കെ ഞാനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഈ പാട്ട് വിവാദമായപ്പോ അവരൊന്നും അല്ല ഇപ്പോഴും. അവരൊന്നും അല്ല. അതിന്റെ പേര്, ഒറിജിനൽ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്താണ് ലിറിക്കിന്റെ. അത് നമ്മൾ കോട്ട് ചെയ്യണം. അത് കോട്ട് ചെയ്താൽ മതി, പ്രശ്നമില്ല. കോട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ നിയമം വരുമ്പോൾ അപ്പം നോക്കാം. പക്ഷെ വരില്ല, അത്രയും കൊല്ലങ്ങൾ പഴക്കൊണ്ട് പോകും എന്ന് വേണം വിചാരിക്കാൻ. ഇനി വരുമ്പോ അപ്പം നോക്കാം. പാട്ടിനോടുള്ള കമ്പം കാരണം പാടി വെച്ചതാണ്. അങ്ങനത്തെ മാപ്പിളപ്പാട്ടുകൾ, ഹിറ്റ് മാപ്പിള. ഇപ്പൊ ഇത് ഉമർക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് പാടി, അങ്ങനെ ഒരു പാട്ട് വേറെ ഏതാണ് ഉമർക്കാക്ക് ഇഷ്ടം തോന്നിയ? അത് വേറെ കുറേ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പാടാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഏതാണെന്നൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം. പാടി കേൾക്കാൻ മാപ്പിളപ്പാട്ട്. പിന്നെ ഞാൻ കമ്പോസ് ചെയ്ത മാപ്പിളപ്പാട്ടുകൾ പാടാൻ എനിക്ക് തോന്നുന്നു. ആരെങ്കിലും പാടുന്നേ? റംസാനൊക്കെ അല്ലേ ആളുകൾക്ക് മാപ്പിളപ്പാട്ടും ജബലിന് മന്ദം തലോടിയ ഉഷിരുള്ള പൂങ്കാറ്റേ, അഹദിന്റെ ദീനിന് വെടിഞ്ഞുള്ള കൗമിനെ കാണുന്നുണ്ടോ, ഹംസത്തെ കാണുന്നുണ്ടോ. ഇത് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് നമ്മൾ തന്നെ. ആരാ പാടിയാണ്? മാർക്കോസ്. ഈ റംസാനൊക്കെ ആകുമ്പോൾ, പെരുന്നാളൊക്കെ ആകുമ്പോൾ പാട്ടുകൾ ഇറക്കാറില്ലായിരുന്നു? അങ്ങനെ പെരുന്നാളിന് ഇറക്കിയ ഏറ്റവും ഹിറ്റ് പാട്ട് ഏതായിരുന്നു ഉമർക്കാടെ? എന്താണ്? പെരുന്നാളിനമ്പിളി കണ്ടടി പെണ്ണേ നീ എൻ്റെ കൂടെ പോരുന്നു, ഒരു കൂടെ മൈലാഞ്ചി തരാം,
അത്തറ് പൂശിയ പുത്തനുടുപ്പുകൾ വാങ്ങിത്തന്നിടാം, എൻ്റെ അല്ലിക്കിളിയെ ദിനത്തിൽ ഒത്തുകൂടിയിടാം. പെരുന്നാളിന്നമ്പിളി കണ്ടടി പെണ്ണേ നീ എൻ്റെ കൂടെ, പോരുന്നു ഒരു കൂട മൈലാഞ്ചി തരാം. മാർക്കോസ പഠിക്കണം. മാർക്കോസ പാടിക്കണം അല്ലേ? ഈ വിഷ്വൽസ് എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടോ മുറുക്ക? ഓ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒറ്റാണ് ചെയ്തിട്ടുള്ളൂ. അത് ഒരെണ്ണം പെരുന്നാളിന് വേണ്ടി ചെയ്താൽ. ഏത് പെരുന്നാളിലായിരുന്നു? എത്ര നാൾ മുമ്പാ? അതൊരു 3 കൊല്ലമായി. 3 കൊല്ലം മുമ്പല്ലേ? ഈ വാപ്പുവായിട്ട് വല്ല കണക്ഷനില്ല? ബാപ്പു ബന്ധങ്ങളൊന്നും, ബാപ്പുവാണ് എനിക്ക് ആദ്യം എഴുതിയേക്കണം. ഭൂരിപക്ഷം എഴുതിയേക്കണം ബാപ്പുവാണ്. വളരെ അപൂർവം കുറച്ച് പാട്ടുകൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു കലോത്സവത്തിന്. പുള്ളി അതിൻ്റെ ആളാണ്. എന്നെ വലിയ ഇഷ്ടമാണ് കലോത്സവത്തിന്. എനിക്ക് പുള്ളി അങ്ങനെ എൻ്റെ വലിയ ഫാനാണ് പുള്ളി. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിലാണ് താമസിച്ചത് കലോത്സവത്തിന് പോയപ്പോൾ. അപ്പോൾ പുള്ളി ഇങ്ങനെ രാവിലെ വന്നപ്പോൾ ഹൈദരലി എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോഴും ഇൻഷാ അല്ലാഹ് സലാമൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കും എനിക്ക്. പുള്ളി നല്ലൊരു അല്ലേ? പുള്ളി കംപ്ലീറ്റ് മാപ്പിള പുള്ളിയാണ്. അന്നും ഇന്നും അല്ലേ? ഏറ്റവും ആദ്യത്തെ സമയത്ത് പുള്ളിയായിട്ട് പരിചയമില്ല. അന്ന് പുള്ളിക്ക് ഇത്രയും ഇതുണ്ടായെന്ന് തോന്നുന്നില്ല. അറിയില്ല, മാപ്പെന്ന് പറഞ്ഞ ആളെ അറിയില്ല. പിന്നെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വിജയൻകുട്ടി വന്നതിന് ശേഷമാണ് ബാപ്പുവിനെ അറിയാനിടയായത്. അപ്പോഴാണ് പിന്നെ ബാപ്പു വന്ന് പരിചയപ്പെട്ട്. ബാപ്പുവിൻ്റെ അതെല്ലാം പെരുന്നാളിന് നമ്മൾ കണ്ട ആദ്യത്തെ കാസറ്റ് അത് ഹിറ്റായിരുന്നത്. പുള്ളി ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ടല്ലേ? പരാജയം എഴുതിയിട്ടുണ്ട്. പുള്ളിയും ചിറ്റൂർ ഗോപിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത്. ചിറ്റൂർ ഗോപിയുടെ 160 കാസറ്റ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പാട്ട്. ഇങ്ങേറ്റം ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. മൊത്തം എത്ര കാസറ്റ് ഇറക്കിയിട്ടുണ്ട് ഓർമ്മയിൽ? അത് കുറേ നോക്കണോ. ലക്ഷങ്ങൾ ഇറക്കിയിട്ടില്ലേ? ലക്ഷങ്ങൾ? കാസറ്റാ? കാസറ്റാ അടിച്ചു പോയേക്കണോ? അത് പറയാൻ പറ്റില്ല. ഒരുപാട് പേരുണ്ടാവും. ഇത്ര 40 കൊല്ലമില്ലേ? ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട്. എല്ലാത്തിനും കോപ്പിയുണ്ട് ഇപ്പൊ കയ്യിൽ? എല്ലാത്തിനും കോപ്പിയുണ്ട്. എല്ലാത്തിനും മാസ്റ്ററുണ്ട്. വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടോ? വീട്ടിൽ ലൈബ്രറി ഇല്ല, എല്ലാം സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. ഏറ്റവും ദേഷ്യം വന്നിരിക്കുന്ന സമയം എപ്പോഴാണ് മുറുക്കാക്ക? അങ്ങനെ ഒരു ദേഷ്യം വരും പെട്ടെന്ന്. അല്ല ഈ ഫീൽഡിൽ ഏറ്റവും ദേഷ്യം വരുന്നതല്ല, ഈ ഫീൽഡിൽ നിന്ന് ഒരു ഉപദ്രവം കിട്ടിയപ്പോൾ ദേഷ്യം വന്നേക്കണ എങ്ങനെയാണ്? അല്ല, അങ്ങനെ ഈ ഫീൽഡിൽ നിന്ന് ശല്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രയാസം ഉണ്ടാവും. ദേഷ്യം വരാൻ കുറവാണ്. അങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, പലപ്പോഴും പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ അതിജീവിച്ച് പോകുന്നില്ലേ. അത് ചതി കിട്ടിയതാണ്? ചതി കിട്ടിയതാണ്. മനഃപൂർവ്വം ചതിച്ചതാണ്. ഒത്തിരി വിഷമിച്ചു അന്ന്? എന്നാൽ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഈ പറഞ്ഞ മാതിരി എല്ലാം വലിയ ഗൗരവത്തിൽ നിൽക്കുന്ന പരിപാടിയില്ല. പോയത് അങ്ങോട്ട് പോട്ടെ നോക്കും. ആ ഒരു ചിന്തപ്പാടാണ്. പിന്നെ അടുത്തതിലേക്കുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോകും. ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന ഒരു കാസറ്റ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന കാസറ്റ് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ്റെ കാസറ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അത് ഒരുപാട് കോസ്റ്റായിരുന്നു, എക്സ്പെൻസീവായിരുന്നു. MS-ൻ്റെ ഓണമൊക്കെ ഉഗ്രം പാട്ടുകളാണ്. എസ് ജാനി ജയേന്ദ്രൻ പാടിയത്. പുള്ളി അയ്യപ്പനും ഉഗ്രനായിരുന്നു. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ കാസറ്റ് ഏതാണ്? നഷ്ടം പറഞ്ഞു, ലാഭം കിട്ടിയ കാസറ്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് സാംബശിവൻ്റെ കാസറ്റായിരിക്കുള്ളൂ. കഥാപ്രസംഗമാണ്. അതെ, അങ്ങനെയാണത്. അത് അത്ഭുതകരമായ ഒരു സംഭവമാണല്ലോ അല്ലേ? അത് അത്ഭുതകരമായ സംഭവം. കാരണം ഞാൻ ആദ്യം പുള്ളിനെ കാണാൻ ചെല്ലുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയി കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്നു പോയി പുള്ളി വീട്ടിൽ ചെന്ന് സംസാരിച്ച് റെക്കോർഡിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ അധികം പുള്ളിനെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. പിന്നെ ഫോണിൽ വിളിച്ച് പറയും, എല്ലാം സെറ്റിൽ ചെയ്യും. പുള്ളി എന്നാണ് പുള്ളി പറയും ഷൂട്ട് ചെയ്യും, അല്ല റെക്കോർഡ് ചെയ്യാൻ പോകും. അപ്പോൾ പൈസ കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതി മേടിക്കും. അപ്പോഴേ കാണുള്ളൂ. ഞങ്ങൾ കാണുന്ന അപ്പോഴാണ്, വീട്ടിൽ പോയിട്ടില്ല. പിന്നെ ഒരിക്കലും തിരുവനന്തപുരത്ത് ഇതേമാതിരി എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഒന്ന് അരമട ഓഫീസിൽ പോയി വന്ന വഴിയാണ്. അരമട പടങ്ങളൊക്കെ നമ്മളാണ് അന്ന് എടുത്തിരുന്നത്. വന്ന വഴി ഞാൻ പിള്ളേ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയ പുള്ളി വന്ന് വർത്തമാനം പറഞ്ഞു പറഞ്ഞു, നീ കാറിലാണ് വന്ന? സാറിൻ്റെ വണ്ടിയാണ് എൻ്റെ ഉള്ളത്. കാസറ്റ് കിട്ടാറില്ലേ? സാറിൻ്റെ കാസറ്റ് കിട്ട കാശാണ് എടുക്കണമെന്ന്.
അതിലാണ് ഒരു വണ്ടി വാങ്ങണവരെ. അത്ര നാൾ വണ്ടി പോലും വാങ്ങിയിട്ടില്ല. അപ്പൊ സാംബശിവന്റെ കഥാപ്രസംഗമാണ് നമ്മളെ വേറെ ലെവലിലേക്ക് എത്തിച്ചത്. അത് സംശയമില്ല. അത് കഥാപ്രസംഗത്തിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കഥാപ്രസംഗ സംഘടനയുണ്ട് അവരുടെ, കേരള കാതിക സംഘടന, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് കാതികന്മാരുടെ മെമ്പർഷിപ്പ് കാതികന്മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിനകത്ത് മെമ്പറായിരുന്നു. അവരെന്നെ മെമ്പറാക്കി. കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ഈ എന്താണ് കല താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ട് ഞാൻ, ശില്പശാലയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ എന്താണ് അതിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു, ആ കലനോട്. അപ്പോൾ അവരും അതനുസരിച്ച് നമ്മളോട് എന്നെ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട്, മെമ്മോറിയലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും വലിയ കാര്യമാണ്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക കഥാപ്രസംഗം, സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കണ സിനിമ, പിന്നെ ഫിലിം സോങ്സ്. ഫിലിം സോങ്സ് വേറെ, അത് നമ്മൾ നോക്കുന്ന നമ്മൾ മേടിക്കുന്നതാണ് ബേസിക്കലി. ഫിലിം സോങ് അവർ ചെയ്ത നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നല്ലേ ഉള്ളൂ. സ്വന്തം പ്രൊഡക്ഷനാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം പ്രൊഡക്ഷൻ തന്നെ. പിന്നെ മാപ്പിളപ്പാട്ടിന് കാശ് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സംതൃപ്തനാണ് താങ്കൾ ഇപ്പോൾ? 100%. ഇപ്പോഴും ഇതിനുള്ള കമ്പം നിൽക്കുന്നില്ല? അത് നിൽക്കില്ല, അത് മരിക്കുമ്പോഴേ നിൽക്കുള്ളൂ. ശ്വാസം നിൽക്കണം. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഗാനമേള നിർത്തിയത്. പിന്നീട് ഇതിലേക്ക് വന്നപ്പോൾ വാപ്പാടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, അപ്പോൾ വാപ്പില്ല. അപ്പം മരിച്ചു വരും അല്ലേ? കല്യാണം കഴിഞ്ഞ് 7 വർഷമായപ്പോൾ. അപ്പം അതിനൊക്കെ ശേഷമാണ് 83-ലാണോ കാസറ്റിലേക്ക് വരുന്നത് അല്ലേ? അപ്പം ഒക്കെ മരിച്ചതിന് ശേഷം കാസറ്റിലേക്ക് അന്നും ഈ പാട്ട് പാടി ഗാനമേളയ്ക്ക് പോയൊരു ഓർമ്മ. പിന്നീട് ഗാനമേളയിൽ നിന്ന് മാറി വാപ്പാടെ ബിസിനസ്സിന് പോയി. വാപ്പ മരിച്ചതിന് ശേഷമാണ് കാസറ്റിലേക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെന്നെ അടുത്ത്, ഞാനും അനിയനും ഒരുമിച്ച് തന്നെ. രണ്ടുപേരും കമ്പനി തുടങ്ങി, രണ്ട് ഇതായിട്ട് പിരിഞ്ഞു, 2 കാസ്റ്റ് കമ്പനിയായി. നിങ്ങൾ തുടങ്ങുന്നത് ഒരുമിച്ചായിരുന്നു? അല്ല, രണ്ടായിട്ട് തന്നെ തുടങ്ങി. എന്തുകൊണ്ടാണ്? അപ്പം മുറുക്ക എന്തായാലും ഗാനമേളയ്ക്ക് കൂടി പാട്ടില്ല. അനിയൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, വാപ്പ പാടുമായിരുന്നു, സൈക്കിളിൻ്റെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓ, ആ ഒരു ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. മക്കളാണോ? ആൺമക്കൾ 3 പേര്. ഒരാളുണ്ട്, ഏറ്റവും ഒരാൾ. പുള്ളി മെൻ്റലി റിട്ടയർഡാണ്. പിന്നെ 6 സിസ്റ്റേഴ്സാണ്. എല്ലാവരും പാടും. നിങ്ങൾ ഒത്തുകൂടി പാടൊക്കെ പാടാറുണ്ട്. ഞായറാഴ്ച വാപ്പയുള്ള സമയത്തൊക്കെ ചെയ്തിരുന്ന. ഓ, വാപ്പയുള്ള സമയത്ത് നിങ്ങൾ എല്ലാവരും ഒത്തുകൂടി അല്ലേ പാട്ട് പാടാൻ? ഒരു ടേപ്പ് റെക്കോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പാട്ട് പിടിക്കും, റെക്കോർഡ് ചെയ്ത് പിടിക്കും. ഇപ്പം അങ്ങനെ ഒത്തുകൂടലുണ്ടോ? ഇപ്പം എന്താണ്, ആരുമില്ല, ഇപ്പം ഒക്കെ വയസ്സായില്ലേ. അപ്പം എന്നാലും എല്ലാവരും കൂടും. ഒക്കെ ഈ എറണാകുളം ചുറ്റുവട്ടത്ത് തന്നെ എല്ലാവരും. വീട്ടിലാരെങ്കിലും പാടുമോ മക്കള്? ഓ, അങ്ങനെ അത്ര പാടുന്ന കണ്ടീഷനിലില്ല. ഇല്ല അല്ലേ? വൈഫോ? അയ്യോ, അതിന് പാട്ട് കേൾക്കും. ഞാനിപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നാണ് കമ്പോസ് ചെയ്യുന്നത്. സാധാരണ ആരും ഉണ്ടാവില്ല, ഒറ്റക്ക് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ആദ്യം കേൾപ്പിക്കണ അങ്ങനെ കേൾപ്പിക്കുള്ളൂ. വൈഫിനെ കേൾപ്പിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണോ ഇല്ലയെന്ന് അപ്പം അറിയാം. കാരണം എന്താണ്, അത് എന്തെങ്കിലും സാധാരണക്കാർക്ക് പറ്റാന്ന് ഞാൻ അപ്പം പറഞ്ഞുകൊള്ളില്ലെന്ന്. അതല്ല, പുള്ളിക്കാരത്തി നല്ലതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും. കാരണം ഒന്നും അറിയാൻ പാടില്ല, കേട്ടാൽ അവർക്ക് കേൾക്കാൻ രസമുണ്ടായിരിക്കണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കേൾക്കാൻ അതാണ് അതിൻ്റെ കൃത്യമായിട്ട് പറയും, കാര്യങ്ങൾ അറിയാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് മേടിച്ച സിനിമാ പാട്ട് ഏതാ? അണ്ണൻ തമ്പി. അതാണ് മമ്മൂക്കാടെ പടത്തിന്റെ. അതാണ് മമ്മൂക്കാടെ പടങ്ങളാണ് കൂടുതൽ മേടിച്ചത്. മമ്മൂക്കാടെ പുറകെ കൂടെ ഓടിയിട്ടുണ്ട്. കൂട്ടിനിറങ്ങി കഴിഞ്ഞ് ഒരു നോക്കുകയാണെ മുതൽ ഓടണാണ് പുള്ളിയുടെ പുറകെ. പുള്ള പറയുന്ന കഴിഞ്ഞാൽ പുള്ളി അറിയണ്ടാവില്ല. പുള്ളി പോണടുത്ത് ലൊക്കേഷനിൽ ഞാൻ പോവും. കുറേ നേരം നോക്കി നിൽക്കും, ഒരു ദിവസം നിൽക്കും, വർത്തമാനം പറഞ്ഞ് അത് പോരും. അങ്ങനെ. അല്ല, മമ്മൂക്കാക്ക് അറിയാവോ മമ്മൂക്കാടെ കൂടുതൽ സിനിമയുള്ള പാട്ട് പാടിയാണ് ഉമ്മർക്കായെന്ന് അറിയാവോ? മേടിച്ചേക്കണം അന്നത്തെ കാലത്തൊക്കെ. മമ്മൂക്കൊക്കെ അറിയാം. ചിലപ്പോൾ ഞാൻ വിളിച്ച് പറയാം, എനിക്ക് ഇന്ന ആളുകളെ പടം വന്ന് നമുക്കൊന്ന് വിളിച്ച് പറയാം. ചിലതൊക്കെ പറയും, ചിലതൊക്കെ പറയുമ്പോൾ നമ്മൾ പുള്ളി പറഞ്ഞാൽ ചിലവർ
തന്നൊന്നുമില്ലല്ലോ. തന്നൊന്നുമില്ല. ഈ മോഹൻലാലിന്റെ പടം മേടിച്ചിട്ടുള്ള ചെങ്കോലൊക്കെ അല്ലേ? അത് വെച്ചാൽ കിരണയുടെ ജോൺസൺ മാഷ് ഞാൻ തന്നെ ഇതിന് പൂജക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കിരീടോണി. അപ്പോൾ പോയി എന്താണ് ജോൺസൺ, അപ്പോൾ കമ്പോസിങ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായി നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കയറി ജോൺസൺ മാസ്റ്റർ എത്തി വന്നിരുന്നു. പാട്ട് കേട്ടപ്പോൾ നല്ല അസൽ പാട്ട്, മുദ്രം ജീവാമൃത ബിന്ദുവാണ് പുള്ളി കാണിച്ചിരുന്നു. 2 പാട്ടുള്ളൂ. അപ്പോൾ മാഷിനൊക്കെ കൈതപ്പുറം അവിടെ ഉണ്ടായിരുന്നു. മാഷെ എനിക്ക് ഈ പടം എനിക്ക് മേടിച്ചാണ് കേട്ടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അപ്പം തന്നെ കിരീടോൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പടം നിങ്ങൾക്ക് കൊടുക്കാൻ കിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിരമിഡ് വന്നത് പണ്ട്, പിരമിഡ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, വാങ്ങാൻ വേണ്ടി വന്നിപ്പുണ്ട്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ പുള്ളി കിരീടോണി നമുക്ക് വന്ന് അങ്ങനെ. ലാലേട്ടൻ്റെ എത്ര പടം ഉണ്ട്? രണ്ടാമതല്ല, പിന്നെ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച കുറേ പടങ്ങൾ പഴയതുണ്ട്. അതല്ല, പുതിയതിൽ സൂര്യഗായത്രിയും ചെങ്കോലുള്ളൂ. അതൊക്കെ ഒത്തിരി വിറ്റില്ലേ? അതൊക്കെ ലാഭം കിട്ടിയ സൂര്യഗായത്രി ഇപ്പോൾ പോണല്ലേ, അല്ല മഞ്ചില്ല പാട്ട് ബമ്പർ ഹിറ്റല്ലേ, പടം ഏറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗംഭീര പാട്ടായിരുന്നു, ഒരു പാട്ടാണത്. അവിടെ മനസ്സിൽ ഇപ്പോഴും കേൾക്കാൻ കൊതി വരുന്ന പാട്ടുകളെ. അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ടല്ലോ ഉമ്മർക്ക പണ്ടത്തെ. അല്ലേ, രവീന്ദ്രൻ മാഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് എവിടെ നിന്നാലും നമുക്ക് മനസ്സിലാവും അത് മ്യൂസിക് രവീന്ദ്രനാണ്. ആ ഒരു പ്രത്യേകത വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടില്ല. എല്ലാവരൊക്കെ ഒരേ പലരും അങ്ങടങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ പറ്റും. പിന്നെ പോകണമെങ്കിൽ സിലിച്ച വിതരിലേക്ക് പോകണം. അത് ഹിന്ദി ആയതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് കേട്ടാൽ നമുക്ക് പറയാം അത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടാണ്. അതാണ് യേശുദാസിനെ ഇത്രയും യൂട്ടിലൈസ് ചെയ്തേക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അറിയില്ല, രവീന്ദ്രൻ മാഷ. പ്രമദവനം ഞാൻ പുള്ളി നേരിട്ട് പാടി കേട്ടിട്ടുണ്ട്. എന്നെ കേട്ടിരിക്കുന്നു ഹോട്ടലിൽ പോകുമ്പോൾ. നിങ്ങൾ കാണാൻ പോയപ്പോൾ എന്നെ അല്ല വന്നാൽ വിളിക്കും, ഇവിടെ വന്നാൽ എന്നെ വിളിക്കും, അവിടെ പോയി ഇരിക്കണം വെറുതെ. അപ്പോൾ റൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ആദ്യം നേരം വർത്താനം പറഞ്ഞിരിക്കുള്ളൂ, കമ്പോസിങ് ഒന്നും ടൈം എടുക്കൂല. ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചിങ്ങനെ, നീ പ്രമദവനം ഞാൻ കമ്പോസ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? അപ്പം ഇല്ല, ഞാനങ്ങ് കേൾപ്പിച്ചിട്ടില്ല, നീ കേട്ടോ, ഹാർമോണിയം ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങോട്ട് പാടി. കുറച്ചിടത്തേക്ക് ഞാൻ മുണ്ടിയിട്ടില്ല, കേട്ട് കഴിഞ്ഞിട്ട് അത് ചെയ്ത് മുന്നിൽ നമ്മൾ കേൾക്കുവാണ്. അത് എന്തുമാതിരിയാ ചെയ്ത് വെച്ചേക്കുന്നത്. ദാസേട്ടൻ അത് പാടിയിരുന്നെങ്കിൽ എന്നല്ല, എവിടെ എത്തിപ്പോയാനെ പാട്ട് അതൊക്കെ പുള്ളി ഷോട്ട് ചെയ്ത് കൊടുത്തു. അത് ദാസേട്ടൻ വേണ്ടാന്ന് തീരുമാനിക്കുന്ന അല്ല, അപ്പോൾ സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ചും ആയിക്കൊടുക്കണമായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ദാസേട്ടൻ പറയാനുണ്ടാവും അത്ര ഇതിൽ വേണ്ടാന്ന്. ഫുൾ രവീന്ദ്രൻ മാഷിന് തോന്നിയിട്ടുണ്ടാവും അത്ര ടഫ് കൊടുക്കണ്ടെന്ന്, ദാസേട്ടന് കൊടുക്കണ്ടെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ദാസേട്ടൻ പാടേണ്ട ഒരു ദാസേട്ടൻ പാടും, ഈസിയായിട്ട് പാടും, ഈസിയായിട്ട് പാടും. പക്ഷെ അത് കൊടുത്തില്ല. ഭയങ്കര കമ്പോസിങ്ങാണ് ആ പാട്ട്, സമ്മതിക്കണം. എന്നിട്ട് ഇതില്ലല്ലോ പണ്ട് ഈ മൊബൈൽ സാധനം ഇല്ലല്ല, അല്ലെങ്കിൽ അപ്പോൾ പിടിച്ചു വെക്കായിരുന്നു. ഇത് നമുക്കിപ്പോൾ കേൾക്കായിരുന്നു. ഒരു സാധനം അന്ന് ഈ മൊബൈലിൽ ഇല്ലാത്ത കാരണം ഒരുപാട് മിസ്സായിട്ടുണ്ട്. റഹ്മാനെ പരിചയപ്പെട്ടു, അത് മിസ്സായി. റഹ്മാൻ എങ്ങനെ പരിചയപ്പെട്ടു? റഹ്മാനെ പരിചയപ്പെട്ടത് എന്താണ്, സുജാതര ഓണം സോങ്സ് പാടിക്കാൻ മദ്രാസിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ സ്റ്റുഡിയോ ഒക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം പറഞ്ഞു, സുജി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. എന്നാൽ പുള്ളിക്കാരത്ത് ബുക്ക് ചെയ്തത് റഹ്മാൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പം അന്ന് എന്താണ് റഹ്മാനായിട്ടുള്ളൂ മറ്റേ പേരിൽ നിന്ന്. അപ്പോൾ അവിടെ പോയി പാടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നു, ക്യാബിനിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരിപ്പുണ്ട്, പുള്ളി അവിടെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ സുജാത പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സുജാത ചോദിച്ചു, സുജാത ആരാണ്, എൻ്റെ മ്യൂസിക് ആരാണ്? അപ്പോൾ സുജാത പറഞ്ഞത് തൊട്ടപ്പുറത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടാണ്. പയ്യനാണെന്ന് അന്ന് പോകുമ്പോൾ, എത്ര കൊല്ലം മുമ്പാണ്. പക്ഷെ അപ്പോൾ മൊബൈലില്ല. എവിടെ എത്തുന്നുള്ള അതല്ല, മൊബൈലില്ല. ആ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. ഞാൻ അന്ന് പരിചയപ്പെട്ടാന്ന് പറയാം. അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് പോകണ്ടേ? അല്ല, അന്ന് പരിചയപ്പെട്ടാണ് പുള്ളിക്കാരത്തി വന്ന് പരിചയപ്പെടുത്തുന്നു. പിന്നീട് നിങ്ങൾ കണ്ടിട്ടില്ല.
പിന്നീട് അങ്ങനെ ഒരു യാത്രയില്ല, അതായത് ഒരാളെ പരിചയപ്പെട്ട് പിന്നെ അത് തുടരാൻ വേണ്ടിയൊന്നും പോകില്ല അല്ലേ ഉമ്മർക്ക? ആവശ്യമുണ്ടെങ്കിൽ പോയാൽ പോരെ, ആവശ്യമില്ലാതെ പോണ എന്തിനാ? ഈ പറഞ്ഞ പോലെ ഈ യേശുദാസ് രവീന്ദ്ര മാഷ് ആ പാട്ട് യേശുദാസിന് കൊടുക്കാതെയും മറ്റൊരാൾ പാടുകയും ചെയ്തു അല്ലേ? വേറെ ആൾ പാടിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ മറ്റൊരാൾ പാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉൾക്കൊള്ളുമായിരുന്നു? പാടാൻ പറ്റില്ല, വേറെ ആൾക്ക് പാടാൻ പറ്റില്ല. അത് ദാസേട്ടന് തന്നെ പാടാൻ പറ്റുള്ളൂ. ദാസേട്ടനല്ലാണ്ട് വേറെ ആളെ കുറിച്ച് ചിന്തിക്കണ്ട. പുള്ളി ആ ചെയ്തു വെച്ചേക്കണത് 100% ഉറപ്പാണ്. ആരും വിചാരിച്ച് നടക്കില്ല. കണ്ടില്ല. ആ ശബ്ദവും കൂടെ വന്നം ആ പാട്ട് അങ്ങനെ ആകണമെങ്കിൽ ആ ശബ്ദവും കൂടെ കണക്കാക്കിയിട്ടാണ് പുള്ളി കമ്പോസ് ചെയ്യണത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. രവീന്ദ്രൻ പറഞ്ഞാണ് മാഷ്, ഞാൻ ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ദാസപ്പൻ്റെ എന്താണ് ശബ്ദം വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യുന്നത് മനസ്സിൽ. അപ്പോൾ അതനുസരിച്ചുള്ള ഇത് വരും ആ പാട്ടിന്. അതാണ്. അപ്പോൾ അത് അങ്ങേര് തന്നെ പാടിയാലിച്ചിട്ടുള്ളൂ. അങ്ങേര് പാടും. അത് അങ്ങേരെല്ലാം വേറെ ആരും പാടാനില്ല. അത് എന്തെങ്കിലും കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിനെ വെറുതെ. ഇതൊക്കെ നിങ്ങളോട് പറയുമായിരുന്നു അല്ലേ? നിങ്ങൾ ഭയങ്കര സുഹൃത്തായിരുന്നു. അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സുഹൃത്ത് എന്ന് വെച്ചാൽ രവീന്ദ്ര മാഷ് തന്നെയായിരുന്നു? ഇല്ല, MS ഉണ്ട്. MS ഭയങ്കര ഇതാണ്. MS-ന് ഭയങ്കര കാര്യമാണ്. ഞാൻ പോയിട്ടുണ്ട് ഈ അടുത്ത്, എന്താണ് മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് മദ്രാസിൽ സിംകട മീറ്റിങ്ങിനായപ്പോൾ പോയിരുന്നു ഞാൻ. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അവിടെയൊക്കെ എന്താണ് ഫ്ലാറ്റാക്കി മാറി. പുള്ളി ഫ്ലാറ്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ പുള്ളി താമസിക്കുന്നത്. പുള്ള അന്നും വീട്ടിൽ പോയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എൻ്റെ കൂടെ ചിറ്റൂർ ഗോപി ഉണ്ടാവും പോകുമ്പോൾ. പണ്ട് മദ്രാസ് യാത്രയായിരുന്നല്ലോ കൂടുതലല്ലേ? കൂടുതൽ മദ്രാസ് യാത്രയാണ്. മദ്രാസ് ട്രാൻഡ്രം ആ 2 സ്ഥലങ്ങളാണ് കടന്ന് കളിച്ചിരുന്നത്. കൊച്ചിയിലൊന്നുമല്ല. കൊച്ചിയിലൊന്നും ഇല്ല അന്ന്. റെക്കോർഡിംഗ് എല്ലാം മദ്രാസാണ്. മദ്രാസിലാണ്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഒരു കഷ്ടപ്പെട്ടുള്ള യാത്രയല്ലേ? യാത്ര വല്ല ആദ്യമൊക്കെ ട്രെയിനിനാണ് പോയിരുന്നത്. പിന്നെ അത് മാറ്റി കാറിനാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ടിക്കറ്റ് കിട്ടിയാലും തിരിച്ച് കിട്ടില്ല. കാരണം നമ്മൾ പോയി ചെന്ന് വർക്ക് കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ കയറും. നമുക്കിവിടെ വന്നിട്ട് ആവശ്യങ്ങളുണ്ടാവേ, അത് നടക്കൂല. അംബാസഡർ കാറാണോ? അന്ന് അംബാസഡറുള്ളൂ. അംബാസഡർ തിയേറ്റർ മാത്രമേ ഉള്ളൂ. AC ഒന്നുമില്ല. AC ഒന്നുമില്ല. അല്ല, എൻ്റെ വണ്ടിയിൽ AC ഉണ്ടായിരുന്നു, പക്ഷേ AC ഇടാറില്ല. AC ഇടില്ല. സീർട്ട് കഴിക്കുമായിരുന്നു നല്ലോണം. 27 കൊല്ലമായി. ആരെയും പറഞ്ഞു നിർത്തിച്ചാണ് സ്വയം നിർത്തിയതാണ്? സ്വയം നിർത്തിയത്. ഒരു തട്ട് കിട്ടിയപ്പോൾ നിർത്തിയാണ്. അതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒരു പേരെടുത്ത് പറയാം. ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയാം. സുഹൃത്ത് എല്ലാം കൊണ്ടും. അങ്ങനെ എല്ലാം കൊണ്ടും എന്ന് പറയാനുള്ളൊരു സുഹൃത്തില്ല. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എൻ്റെ ഭാര്യയാണ്. എല്ലാം കൊണ്ടും. പിന്നെ ആർട്ടിസ്റ്റുകളിൽ ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്ന ഇവരൊക്കെ പോയി. ഇപ്പം രവീന്ദ്ര മാഷും പോയി, MS-ഉം പോയി. രവീന്ദ്ര മാഷിനും കുടുംബമൊക്കെ ആയിട്ട് എങ്ങനെയാണ്? വീട്ടിൽ പോയിരുന്നു. കോമഡിയും ചോദിച്ചിട്ട് കുറേ നാളായി കണ്ടിട്ട്. ഇന്നലെ 20-ാം തീയതി പ്രോഗ്രാം ഉണ്ടായി ടൗൺ ഹാളിൽ. അവരെ രവീന്ദ്ര മാഷിൻ്റെ പ്രോഗ്രാമൊക്കെ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. എന്നെ വിളിച്ചിരുന്നു. അവർ വീട്ടിൽ വന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ ഈ രവീന്ദ്ര മാഷിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് കുറേ കാര്യങ്ങൾ പറഞ്ഞു രവീന്ദ്ര മാഷിൻ്റെ മരണത്തിന് ശേഷം. അതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പുള്ളി എത്തേണ്ട അടുത്ത് എത്തിയില്ല. പിന്നെ അത് എന്തോ നമ്മളെന്താ പറയുക, എത്തേണ്ട അടുത്ത് എത്തിയില്ല. പുള്ളി അവിടെ നിന്ന് എത്തിയാൽ പോരാ. ഞാൻ തറപ്പിച്ച പോരാണ്. അങ്ങനെ ഒരു സംഗീത സംവിധായകൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. പുള്ളീനെ ഒതുക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരുന്നു പിന്നീട്. പുള്ളി ഒതുങ്ങണതാണ്. ഒതുങ്ങുന്നതല്ലേ, ഒതുക്കിയതല്ല. പുള്ളി ഒതുങ്ങും. കാരണം 3-4 പടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചോദിച്ച് പറയാറുണ്ട്. ഞാൻ പിടിച്ചാൽ പറയും, ആ മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെ പറയും. നല്ലവരാണ്. അന്ന് ഇവിടെ ചെന്നൈയിൽ ഏത് ഭാഗത്താണെന്ന് അറിയില്ല, ചിത്രയുടെയൊക്കെ വീണ്ടുണ്ടാവുക നടി ചിത്രയില്ലേ, അവർക്ക് ലൈനിൽ താമസിച്ചിരുന്ന
അവിടെയാണ് താമസിച്ചിരുന്നത്. ഞാനെപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് രവീന്ദ്രൻ. രവീന്ദ്ര മാഷിന്റെ മരണം ഉബർഖാനെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയാണത്. ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ട് പുള്ളി കേൾക്കും, പാടി കേൾപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതായിരിക്കും ചിലപ്പോൾ ഒന്നും പഠിക്കാത്തവനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ എംഎസിന് ഇഷ്ടപ്പെട്ട കാരണം നമുക്ക് പറയാൻ പറ്റില്ല എന്താണുള്ളത്. ഏതായാലും ഇവിടം വരെയൊക്കെ എത്തി. ഇനിയും പഠിച്ചവൻ എത്തുന്ന അവിടം വരെ എത്തിക്കട്ടെ. അതെ അല്ലേ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്നും ഇന്നും പുള്ളി തരുന്ന സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതെ അതെ, അന്നും ഇന്നും പാട്ടിനെ സ്നേഹിക്കുന്നു, ഇനിയും പാട്ടിനെ സ്നേഹിച്ചു തന്നെ. അല്ലാതെ അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പം ഇറങ്ങുന്ന പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? മ്യൂസിക്കാണ് മുന്നിൽ അതോ പാട്ടാണോ? എന്നില്ല, ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകളിലൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അല്ല, പാട്ടെന്ന് വെച്ചാൽ നമ്മൾ പഴയ ആൾക്കാരല്ലേ, അപ്പം അതനുസരിച്ചുള്ള സിനിമകളും അങ്ങനെ കാണുള്ളൂ. സിനിമകളും അങ്ങനെ തന്നെ കാണുള്ളൂ. നല്ല പാട്ടുകൾ പക്ഷേ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നല്ല പാട്ടുകൾ വരാറുണ്ട്. പിള്ളേർ മിടുക്കന്മാരാണ് എല്ലാവരും. എനിക്കറിയാം, എൻ്റെ കൂടെ ഉള്ള അസോസിയേഷനിലുള്ള പിള്ളേരല്ലേ. ജോയൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. ബിജിബാലൊക്കെ നല്ല മെലഡിയുള്ള, അൽഫോൺസൊക്കെ അവരൊക്കെ നല്ല ഇതാണ്. പക്ഷേ ഈ ഫിലിം ഡയറക്ടേഴ്സിന് അത് വേണ്ട, അവിടെ എൻ്റെ പ്രശ്നം അതാണ്. അതിൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പാട്ട് വേണ്ട. അവരോട് മെലഡി ചെയ്യാൻ പറഞ്ഞാൽ ഉഗ്രം മെലഡി ചെയ്യും. ഇവർ പറയണതാണ് ഇങ്ങനെയുള്ള സാധനം വേണം, ഇങ്ങനെയുള്ള സാധനം വേണം. അങ്ങനെയാണിത് പോകുന്നത്. അങ്ങനെ ഇരിക്കുള്ളൂ. അല്ലാണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് ഡയറക്ടർ സമ്മതിക്കില്ല. ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമല്ലോ ഇന്ന പാറ്റേൺ ആയിരിക്കണമെന്ന്. അപ്പോഴാണ് ആ പാട്ടിനനുസരിച്ച് നമ്മുടെ ആ പടമില്ലേ, പ്രേമലൂരിലൊരു മാർക്കോസ് പാടിയൊരു പാട്ടില്ലേ, തെലുങ്കും മലയാളം മിക്സ് ചെയ്ത്, അത് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ നല്ലൊരു മെലഡി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉഗ്രന് മെലഡി ഇടൂല്ലേ. പക്ഷെ അതൊക്കെ മതി ഇപ്പോൾ ആൾക്കാർക്ക് മതി. ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് മാറുന്നത്. ആൾക്കാരുടെ ട്രെൻഡ് അത് തമിഴന്മാരാണ് ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചത്. ആ ട്രെൻഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിവിടെയും തുടരുന്നു. എല്ലാ കാലഘട്ടത്തിലും നിൽക്കില്ല ഒന്നും. നിൽക്കണത് ഇത് തന്നെ നിൽക്കുള്ളൂ, മെലഡി തന്നെ നിൽക്കുള്ളൂ. അത് വരും, തിരിച്ചു വരാണ്ട് അവിടെ കാരണം ആൾക്കാർ കേൾക്കണ മെലഡിയാണല്ലോ. ഗാനമേളക്ക് മാത്രമാണ് ഈ അടിച്ചുപൊളി വേണ്ടത്. അതും അത് വെച്ചാൽ അവിടെയും ഇപ്പോൾ പഴയതൊക്കെ വന്നു തുടങ്ങി. അതെ അതെ അതെ. ഒത്തിരി സന്തോഷം മുറുക്കുക. കുറേ കാര്യങ്ങൾ സംസാരിച്ചു തോന്നുന്നു അല്ലേ? അതെ അല്ലേ? അതെ, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ മുറിച്ച് കളയാൻ വല്ലതും ഉണ്ടോ? കുറച്ചൊക്കെ പറഞ്ഞു, തെറ്റിപ്പോയിട്ടുണ്ട് കുറച്ച്. അതൊക്കെ നമ്മൾ നോക്കിക്കോളാം, തെറ്റിപ്പോയതൊക്കെ നോക്കിക്കോളാം. ഞാൻ ഇപ്പോഴും ആർക്കൊന്നും വേദനിപ്പിക്കാതെ അല്ലേ? അതല്ല ഉദ്ദേശം. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആരെയും വേദനിപ്പിക്കാതെ. ഒരുപാട് കൊല്ലത്തെ ഇതുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ 83 തുടങ്ങിയപ്പോൾ 2024 41 കൊല്ലമായി. ആയുസുണ്ടെങ്കിൽ 50-ാം കൊല്ലം ആഘോഷിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഘോഷമാക്കണം നമുക്ക് പറ്റുമെങ്കിൽ. ഒരാഘോഷമാക്കണം. ഇവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടാൻ പറ്റുമെന്ന് നോക്കണം. അതെന്നോട് നേരത്തെ പറഞ്ഞാണ്. അതൊക്കെ വലിയ പണിയാണ്. അതിനുള്ള ആരോഗ്യമൊന്നുമില്ല ഇപ്പം. അല്ല, അങ്ങനെ ആഘോഷം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി തരാം. എത്ര ആളുകൾ നമുക്ക് വിളിച്ചാൽ ഒരു ഫോൺ കോളിൽ വരുന്ന ആളുകളുണ്ട്. അല്ല, അത് ഇതിന് എൻ്റെ കാര്യത്തിന് അങ്ങനെ വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ എല്ലാവരും വരും. അതാണ് പറഞ്ഞത്. എല്ലാവരും വരും. അത് നമുക്കങ്ങ് നടത്തിയാലോ. പക്ഷേ അത് നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ പോയി. അതല്ലേ പ്രശ്നം. അതാണ് എൻ്റെ പ്രശ്നം. നീണ്ട വർഷത്തെ യാത്ര അല്ലേ? നീണ്ട 41 വർഷത്തെ യാത്ര. ആദ്യത്തെ കമ്പനിയിലെ രണ്ടാമത്തെ കമ്പനിയായി മാറി. തരംഗിണി കഴിഞ്ഞാൽ തൊട്ട് പിന്നീട് മത്സരമായി മാറി.
ഒന്നാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും മാറിയും തിരിഞ്ഞും വന്നു അല്ലേ? അതെ. അങ്ങനെയല്ലേ ആ കമ്പനി ഓടിയത്? അങ്ങനെ അതങ്ങനെ ഓരോ സമയത്ത് ഓരോ പ്രോഗ്രാം ക്ലിക്കാവും. നമുക്ക് പറയാൻ പറ്റില്ല ഏത് ക്ലിക്കാവുന്നൊന്നും. ചിലപ്പോൾ നാം വിചാരിക്കാത്തത്. ഉസ്മാൻ്റെ ഒരുപാട് പ്രോഗ്രാം ക്ലിക്കായിട്ടുണ്ട് രഞ്ജിനി. ഹിറ്റുകൾ പറയുന്നുണ്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളിയെ വേണ്ടാന്ന് വെച്ചോ, കമ്പനി വേണ്ടാന്ന് വെച്ചോ, നിർത്തി. അതാണ് നമ്മുടെ കമ്പനി ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കും യൂട്യൂബിലൊക്കെ. അത് അങ്ങനെ മതി, നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. വലിയ മോഹങ്ങളൊന്നുമില്ല. അല്ല, ഇപ്പോഴും കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണല്ലോ യൂട്യൂബിലുള്ളത്. ആളുകൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കൂടുതലല്ലേ. ആ കഥാപ്രസംഗമൊക്കെ യൂട്യൂബിൽ അപ്പ് ചെയ്തോ? പിന്നെ അല്ലാണ്ട് അതൊക്കെ ഉണ്ടല്ലേ? ഒന്ന് കാണണം, എല്ലാം ഒന്ന് കേൾക്കണം. അതിൽ ഏറ്റവും കൂടുതൽ പോയേക്കണ കഥാപ്രസംഗിക്ക് വന്ന് നാരായണത്ത് ഭ്രാന്തനാണ്. അത് 15 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ അത് പറഞ്ഞേക്കണ എന്താണ് ഹരിപ്പാട് സുദർശനൻ മരിച്ചുപോയി. പക്ഷെ പുള്ളി അത് പറഞ്ഞു വെച്ചിട്ട് അതാണ് ടോപ്പിൽ നിൽക്കുന്ന കഥാപ്രസംഗത്തിൽ. വല്ല പോലെ ഒറ്റ വായിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് എത്ര പാട്ടുകളുണ്ട്? സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് സ്വന്തമായിട്ട് കമ്പോസ് 300ഓളം പാട്ടുണ്ട്. മേടിച്ചത് എല്ലാം കൂട്ടി എന്തോരം പാട്ടുകൾ കാണും? അത് ലക്ഷക്കണക്കിന് കാണൂല്ലേ? അത്രയൊന്നുമില്ല. ലക്ഷക്കണക്കിനുണ്ടെങ്കിൽ കോടീശ്വരനായിട്ടിരിക്കുകയാണ്. എങ്കിലും ഒരു കുറച്ചുണ്ടാവും. അത് എണ്ണം പറഞ്ഞു 20,000-ന് അത്രയൊന്നും ഉണ്ടാവില്ല. 10,000 കുറച്ചേ ഉള്ളൂ. 10,000-ത്തേക്ക് താഴെ പോരും. നമ്മുടെ കയ്യിലുള്ളത് 10,000 പാട്ടുകളൊക്കെ ഒപ്പിച്ച് നിർത്താം. അങ്ങനെ നിൽക്കും അല്ലേ? അപ്പം തരങ്ങണിക്ക് എന്തോരം കാണുമായിരിക്കും? തരങ്ങണിക്ക് ഇപ്പോൾ ഒന്നും നോക്കിയിട്ട് ഒന്നും കാണാനില്ലെന്ന് എനിക്ക് തോന്നണം. അതെയോ? അവർക്ക് കോപ്പി റേറ്റ് ഔട്ട് റേറ്റിലല്ല വാങ്ങിക്കണൊക്കെ, റോയൽറ്റി ഇല്ല. അതുകൊണ്ട് ഒന്നും സ്വന്തമാവില്ല. അതാണ് നമ്മൾ നേരെ വാങ്ങുന്നത്. അത് പണ്ട് അങ്ങനെ തന്നെയാണ്. ഏറ്റവും വില കൂടിയ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഏതാണ്? ചങ്ങാത്തം കോടതി. ചങ്ങാത്തം എന്ന സിനിമയില്ലേ മമ്മൂട്ടി? ചങ്ങാത്തം. രതീഷിൻ്റെ കോടതി. പ്രതാപേന്ദ്രനാണ് പ്രൊഡ്യൂസർ. നല്ല മരിച്ച മദ്രാസിപ്പോൾ ഞാൻ പിള്ളേന്ന് കഴിഞ്ഞ് മരിച്ച. അതിൽ 3 പാട്ടേറ്റുണ്ട്, മറ്റൊരു 3 പാട്ടുണ്ട്. ഈ 2 പടവും ഔട്ട് റേറ്റ് അന്ന് മേടിച്ചെന്തെങ്കിലൊക്കെയാണെന്ന് അറിയാം. 750 രൂപ. 750 രൂപയ്ക്ക് അന്ന് വാങ്ങിയത് 83-84. അത്രയും പൈസ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് തന്നെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് മേടിച്ച. വെറും 750 രൂപ. എന്താണെന്നറിയോ, അവരുടെ കഴിഞ്ഞ പടത്തിന് പാട്ടൊക്കെ കൊടുത്തിട്ട് HMI കൊടുത്തിട്ട് 10 പൈസ കിട്ടിയിട്ടില്ല എന്നവരെ റോയൽറ്റി. ഇത് 750 കിട്ടി. അതെങ്കിലും കിട്ടി. അത് എന്നോട് മറ്റു മണിസാറും പറഞ്ഞിട്ടുണ്ട്. അരമേല അത് HMI കൊടുത്ത റോയൽറ്റി. പൈസ ഉള്ളോ? റോയൽറ്റി കിട്ടണ്ടേ? റോയൽറ്റി കിട്ടണില്ല. ഡിസ്കല്ലേ അന്ന്, കാസറ്റ് ഇല്ലല്ല. ഡിസ്ക് മേടിച്ചിട്ടാണ് നമ്മൾ. ഡിസ്കിൻ്റെ അതിൻ്റെ റോയൽറ്റിയാണ് കൊടുക്കണത്. അതിന് കൊടുത്തെങ്കിൽ കിട്ടി. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ എന്താണ്, പാട്ട് എങ്ങനെയെങ്കിലും റേഡിയോയിൽ വരണം. അതിനുവേണ്ടി പറയുമ്പോൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നു. ഞാനങ്ങനെ 5 ഡിസ്ക് ഇറക്കിയിട്ടുണ്ട്. അതല്ലേ? ഗ്രാഫോൺ ഡിസ്ക്. അപ്പോഴേക്കും അത് നിന്നുപോയി. അത് പെട്ടെന്ന് നിന്നു. മുറുക്ക വരുമ്പോൾ പെട്ടെന്ന് നിൽക്കുമോ? ഇതല്ലേ 5 ഇറക്കാൻ പറ്റുള്ളൂ. 5ാമത്തെ കാശ് പോയി കഴിയുമ്പോൾ പൊള്ളിയുള്ളവരിൽ പോയി. പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് പോയി. അത് അന്ന് അവിടെ ഏതാ ഈ ഗ്രാമഫോൺ എവിടെയാണ് പ്രിന്റിങ്? അത് പോളിഡോറിലാണ്, കൽക്കട്ട. അവിടെ ഉള്ളൂ അല്ലേ? അവിടെ ഉള്ളൂ. അത് എത്ര രൂപയൊക്കെ ആവും അന്ന്? അത് നമുക്കെന്ത് വലിയ വിലയൊന്നും പറ്റില്ല. അതിൻ്റെ കണക്കൊന്നും ഓർമ്മയില്ല. എന്നാലും വലിയ വിലയില്ല. ഏറ്റവും വില കൂട്ടി എടുത്ത പാട്ട് ഏതാ ഈ സിനിമയുടെ? ഏറ്റവും ഒന്നും പറയാൻ പാടില്ല, പുറത്തറിയാൻ പാടില്ല. അല്ല, ഏറ്റവും കുറഞ്ഞത് ഏറ്റവും അത് പറയാ, കൂടിയത് പറയാൻ പറ്റില്ല അല്ലേ? അത് പറഞ്ഞ പറയണ്ട. പടത്തിന്റെ പേര് പറയണ്ട. എത്ര രൂപ കൊടുത്തതെന്ന് അറിയോ? അത് വേണ്ട. എന്തെങ്കിലും ഒന്ന് അറിയാമെന്ന് ഓർത്തായിരുന്നു. അല്ലാതെ നമ്മൾ പറഞ്ഞാലും അവരെ ബാധിച്ചെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെല്ലാം നോക്കണമല്ല.
അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നോട് പറയാം ഇത്രയാന്ന് പറഞ്ഞാൽ ആ മേടിച്ചവർക്ക് അറിയാമല്ലോ. ഉമർക്ക പറയുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് ഇത്രയേ കിട്ടുള്ളൂ എന്ന് അവർ ചിന്തിക്കല്ലേ. ഇനി നമ്മളിത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അവർ ചിന്തിക്കല്ലേ. നമുക്കിപ്പോഴും പൈസ കിട്ടുമല്ലോ. അവർക്കറിയാൻ പറ്റൂല. നമുക്കിപ്പോഴും പൈസ കിട്ടുമല്ലോ. ഇപ്പം അങ്ങനെയൊന്നും വിൽപ്പന നടക്കൂലല്ലോ. ഇപ്പോൾ ഒക്കെ ഭയങ്കര വിലയല്ലേ. ഇപ്പോൾ ഭയങ്കര വിലയാണ്. മത്സരമാണല്ലോ ഇപ്പോൾ ഒക്കെ. ഇപ്പം മത്സരമാണ്. അല്ല ഇപ്പോഴത്തെ ബിസിനസ് തന്നെ മാറിയില്ലേ. വേറൊരു എന്താണ് ഇതായി ടൈപ്പായി. ഇപ്പോൾ വീഡിയോ സോങ്സ്, മറ്റേ ട്രെയിലർ, ടീസർ, എന്താണ് ഇത് ഓഡിയോ സോങ് എല്ലാം കൂടി ഒറ്റ പാക്കേജാണ്. അതിനുള്ള ലക്ഷങ്ങളും കൊടുത്താൽ മതി. നല്ല വിലയും കിട്ടുന്നുണ്ട്. നല്ല വിലയും കിട്ടുന്നുണ്ട്. നമുക്കതിന് അതിൻ്റെ ഇടയിൽ കയറി കളിക്കാനുള്ള ആരോഗ്യമില്ല ഇപ്പം. ഇപ്പം എന്തെങ്കിലും മേടിക്കണമെന്ന് പിന്നെ ആലോചിക്കാറുണ്ടോ? അത് ഒക്കെ സ്വന്തം പരിപാടി. വേറെ ആർക്കും പൈസ കൊടുത്ത് നമ്മൾ മേടിക്കില്ല. ഇപ്പോൾ സിനിമയാണെങ്കിൽ മേടിക്കാൻ നോക്കാം. ഇപ്പോൾ ഈ കോസ്റ്റ്ലിയും മേടിച്ചിട്ട് ലാഭം കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബേസിക് പ്രോഗ്രാം നമ്മൾ സ്വന്തം തന്നെ. സ്വന്തം തന്നെ. ഇനിയും പാട്ടുകൾ ഇറക്കും. അതിറക്കും. ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് പോയത്. ഒരേ പാട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇറക്കും. അത് നേരെ യൂട്യൂബിലേക്കാണ് പോകുന്നത്. നേരെ യൂട്യൂബിലേക്ക് പോണത് പോവും. അതിൻ്റെ ലാഭമൊന്നും നോക്കാറില്ല. കുറേ കഴിയുമ്പോഴേക്കും മെല്ലൊക്കെ വരുന്നത്. പറയാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം മുറുക. അപ്പോൾ ശരി കേട്ടോ. ഇനിയും കാണാൻ സാധിക്കണം. 50-ാം വർഷം ആഘോഷിക്കാൻ നമുക്കും ആരെയും നമ്മൾ നടത്തി തരാം. ഉമർക്ക ഒന്ന് മൂളി തന്നാൽ മതി. ഉമർക്ക മൂളിനോടൊപ്പം വിളിക്കേണ്ടവരൊന്ന് വിളിച്ചു തന്നാൽ നമ്മൾ ഗംഭീരമാക്കി നടത്തുന്നതായിരിക്കും. ആലോചിക്കാം. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എനിക്ക് എണീക്കാമല്ലോ. ഒത്തിരി സന്തോഷം. ശരി.